ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ നിക്കോളാസ്. ലോകം മുഴുവൻ സ്നേഹപൂർവ്വം സ്മരിക്കുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ നിക്കോളാസ്. ഇറ്റലിയിലെ ബാരിയാണ് അദ്ദേഹത്തിൻ്റെ ജന്മദേശം. അദ്ദേഹത്തിൻ്റെ ജനനത്തെയും ജീവിതത്തെയും പറ്റി വളരെ കുറച്ച് കാര്യങ്ങളെ അറിവായിട്ടുള്ളൂ. വിശുദ്ധ നാട്ടിലേക്ക് വിശുദ്ധ നിക്കോളാസ് ഒരിക്കൽ തീർത്ഥയാത്ര പോയി. തിരിച്ചു പോരുമ്പോൾ മീറായിലെത്തിയ അദ്ദേഹം ഒരു ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയി. ആ പ്രദേശത്തെ ബിഷപ്പ് മരണമടഞ്ഞിട്ട് അധികം ദിവസമായിരുന്നില്ല. അവിടുത്തെ വൈദികർ ഒരു തീരുമാനമെടുത്തിരുന്നു, ഒരു പ്രത്യേക ദിവസം ആ ദേവാലയത്തിൽ ആദ്യമെത്തുന്ന വ്യക്തിയെ ബിഷപ്പാക്കാമെന്ന്. ആ ദിവസം രാവിലെയാണ് വിശുദ്ധ നിക്കോളാസ് ആ ദേവാലയത്തിലെത്തിയത്. അങ്ങനെ അദ്ദേഹം അവിടുത്തെ ബിഷപ്പായി. പിന്നീട് ഡയക്ലീഷ്യൻ്റെ മതപീഡന കാലത്ത് അദ്ദേഹം തടവിലാക്കപ്പെട്ടു. നിക്കോളാസിൻ്റെ ദയയും ഔദാര്യ മനസ്കതയുമാണ് എന്നെന്നും സ്മരിക്കപ്പെടുന്നത്. നിരപരാധികളായ 3 ഉദ്യോഗസ്ഥരെ രക്ഷിച്ചതും 3 നിരാശ്രയരായ കന്യകകളുടെ വിവാഹത്തിന് രഹസ്യമായി സ്ത്രീധനം നൽകി രക്ഷിച്ചതുമൊക്കെ പ്രസിദ്ധമായ കഥകളാണ്. 1087 മീറാ ദേവാലയത്തിൽ സൂക്ഷിച്ചിരുന്ന വിശുദ്ധ നിക്കോളാസിൻ്റെ ഭൗതികാവശിഷ്ടം ഏതോ ഇറ്റാലിയൻ കച്ചവടക്കാർ മോഷ്ടിച്ച് ബാരിയിലെത്തിച്ചു. ഇന്ന് ബാരിയിലെ വിശുദ്ധ നിക്കോളാസിൻ്റെ ദേവാലയത്തിൽ അത് സൂക്ഷിച്ചു വെച്ച് വണങ്ങുന്നു. എല്ലാ യാത്രക്കാരുടെയും, പ്രത്യേകിച്ച് കടൽ യാത്രക്കാരുടെയും സ്വർഗീയ മധ്യസ്ഥനാണ് വിശുദ്ധ നിക്കോളാസ്. കൂടാതെ എല്ലാ കുട്ടികളുടെയും, പ്രത്യേകിച്ച് തെറ്റ് ചെയ്ത കുട്ടികളുടെ സംരക്ഷകനായാണ് വിശുദ്ധ നിക്കോളാസ് അനുസ്മരിക്കപ്പെടുന്നത്. ആമേൻ.